ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് സകല മരിച്ച വിശ്വാസികളുടെയും തിരുനാൾ ദിനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ തലേ ദിവസം നമ്മൾ കൃത്യമായിട്ട് മരിച്ചുപോയ സ്വർഗസ്ഥരായ എല്ലാ ആത്മാക്കളെയും ഓർക്കുകയും അവർക്ക് വേണ്ടി അവരെ പ്രതി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചതാണ്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. നമുക്കറിയാത്ത ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ അംഗങ്ങളായിട്ടുള്ള ചിലരെങ്കിലും തിരുസഭ വിശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കാത്തവർ വിശുദ്ധരായി സ്വർഗസ്ഥരായവരെ നമ്മൾ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് നന്ദി പറയുകയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ നമുക്കറിയാത്ത ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ അംഗമായിട്ടുള്ള നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്ന ചില ആത്മാക്കളെങ്കിലും ഇതേപോലെ ശുദ്ധീകരണ സ്ഥലത്തിൽ കൂടെ ഉണ്ടാവും. അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനായിട്ട് തിരുസഭ നമ്മെ കൃത്യമായിട്ട് ഉദ്ബോധിപ്പിക്കുന്ന ഒരു ദിവസമാണ് നവംബർ 2 എന്ന് പറയുന്നത്. സെമിത്തേരികളിലേക്ക് മടങ്ങി ഒരു നോട്ടവും കൃത്യമായിട്ട് മരണത്തെക്കുറിച്ച് തിരുസഭ നമുക്ക് നൽകുന്ന ധാരണകളെക്കുറിച്ച് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തോടെ ഏറ്റുപറയുകയൊക്കെ ചെയ്യേണ്ട ഒരു ദിവസം കൂടെയാണ് നവംബർ 2 നമ്മുടെ മുന്നിൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഏകദേശം ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ആവിർഭാവത്തോടെയാണ് ട്രെൻഡ് കൗൺസിലിലൂടെയൊക്കെയാണ് കൃത്യമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ തിരുസഭ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. 1031, 32, 30 വരുന്ന ആ ഒരു കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഖണ്ഡികകളിലൂടെയാണ് നമുക്ക് കൃത്യമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിനെക്കുറിച്ച് ഒരു ധാരണ തിരുസഭ നൽകിക്കൊണ്ടിരിക്കുക. പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ആവിർഭാവത്തോടെ നിരാകരിക്കപ്പെട്ടിരുന്ന വിധി എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രം ധാരണ നൽകിക്കൊണ്ടിരുന്ന ഒരു പഠനത്തെ തിരുസഭ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം എന്നൊരു ശുദ്ധീകരണത്തിൻ്റെ ഒരിടം കൂടെ നമുക്കുണ്ട് എന്നൊരു ബോധ്യം തിരുസഭ നമുക്ക് ട്രെൻഡ് കൗൺസിലിലൂടെ നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ കൃത്യമായിട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഉദ്ബോധനം എന്ന് പറയുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യർക്ക് ശുദ്ധീകരണ സ്ഥലം എന്നൊരിടം കൂടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് വിശ്വസിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം പരമകാരുണ്യകനായതിനാൽ അവിടുന്ന് ഒരാളും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം നീതിമാനായിരുന്നു ആകയാൽ അവിടുന്ന് നമ്മൾ അനുഭവിക്കേണ്ട ചില ശിക്ഷാവിധികളിലൂടെ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം പരമപരിശുദ്ധനാകയാൽ അവിടുത്തെ തിരുസന്നിധിയിൽ ഒരു മാലിന്യത്തിനും ഒരു തിന്മയ്ക്കും സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഈ ശുദ്ധീകരണ സ്ഥലം നമ്മുടെ മുന്നിൽ കർത്താവ് നൽകിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ശുദ്ധീകരണാത്മാക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തിരുസഭ കൃത്യമായിട്ട് മരണത്തെ നമ്മുടെ മുൻപിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. യവന ചിന്തകരായിട്ടുള്ള സോക്രട്ടീസും അതോടൊപ്പം അരിസ്റ്റോട്ടലും പ്ലേറ്റോയും ഒക്കെ ശരീരത്തെയും ആത്മാവിനെയും വേർതിരിച്ച് കാണുകയും മരണത്തെ അവർ ഈ യവന ചിന്തയിലൂടെ നമുക്ക് പകർന്നു തരുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് ഒരു കേജിൽ നിന്ന്, ഒരു ചട്ടക്കൂടിൽ നിന്ന് മരണത്തോടുകൂടെ ശരീരമാകുന്ന ഈ ഒരു കാരാഗൃഹത്തിൽ നിന്ന് ആത്മാവിനെ സ്വതന്ത്രമാക്കുന്ന ഒരു പ്രക്രിയയാണ് മരണമെന്നാണ് പഠിപ്പിക്കുക. എന്നാൽ കത്തോലിക്ക തിരുസഭ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ഇത് ഒരു ശരീരത്തിൻ്റെ നാശമല്ല. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ പഠനങ്ങളിലൂടെ തിരുസഭ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മരണത്തോടുകൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ പരിപൂർണമായിട്ടുള്ള നാശമല്ല, ഈ ജീവിതാലയം തകരുമ്പോൾ നമുക്ക് വേണ്ടി മറ്റൊരു ജീവിതാലയം സജ്ജമാക്കപ്പെടുന്നുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രിഫേസിൻ്റെ 1ാമത്തെ പ്രിഫേസിൽ ആ ഒരു ഭാഗം കൃത്യമായിട്ട് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു നാശത്തിലേക്കല്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിലേക്കാണ് മരണത്തോടുകൂടെ ക്രൈസ്തവരെല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുക, വിശ്വാസത്തോടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ദൈവം നമുക്ക് വേണ്ടി നൽകുന്ന ഈശോയുടെ ഉത്ഥാനശേഷമുള്ള ശരീരം പോലെ കുറെ കൂടെ മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്.
പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശരീരത്തിൻ്റെ മഹത്വീകരണം, ആത്മാവിൻ്റെ വിശുദ്ധീകരണം, ഈ രണ്ട് പാഠങ്ങൾ ഈ ഒരു ദിവസം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാനായിട്ട്, ശുദ്ധീകരിക്കപ്പെടാനായിട്ട്, വീണ്ടും സ്വർഗത്തിലേക്ക് കരകയറാനായിട്ട് ഈ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു കാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ജത്രൂദിനോട് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിധിയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ എളിയ സഹോദരങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്തപ്പോൾ ചെയ്തു തന്നത് എനിക്ക് തന്നെയാണ്. എളിയ സഹോദരങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന നന്മ പ്രവൃത്തികളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെയാണ്. ഒരു നിവൃത്തിയുമില്ലാത്ത, തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ പോലും ഒരു ഭാഗ്യമില്ലാത്ത ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾ. ജത്രൂദിനോട് ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എൻ്റെ കരുണയ്ക്ക് ഏറ്റവും അഭിലഷണീയമാണ്. നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി, തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ വിശുദ്ധീകരിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളിലൂടെ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബലിയർപ്പണങ്ങളിലൂടെ, അവർക്ക് വേണ്ടി നിങ്ങൾ ശുദ്ധീകരണ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ കൽപ്പന പാലിക്കലാണ്. കാരണം അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഇങ്ങനെ മരിച്ച് ആരാലും അനുസ്മരിക്കപ്പെടാത്ത ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയുടെ ഈ ഒരു പ്രകാശനം തന്നെയാണ് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള മനുഷ്യരെ നോക്കി ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഈ എളിയ സഹോദരങ്ങൾക്ക്, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ഈ എളിയ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്തപ്പോൾ ചെയ്തു തന്നത് എനിക്ക് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിനം നമ്മെ ഈ ഒരു പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസിനോട് അഗസ്തീനോസിൻ്റെ അമ്മ മോനിക്ക അമ്മ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ മകനെ, നീ ഈ ലോകത്തെ ഏതൊരു ബലിവേദിയിൽ ബലിയർപ്പിച്ചാലും ഈ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ അമ്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അമ്മ മകനെ പറഞ്ഞേൽപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ്. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾ, നമ്മുടെ ഇടയിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പ്രാർത്ഥന. ഇനി ഒരു മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മഹാദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖ ഒരു പുസ്തകവുമായിട്ട് കടന്നു വരുന്നുണ്ട്. അതിൽ പേര് രേഖപ്പെടുത്തപ്പെട്ടവരൊക്കെ നിത്യമായ രക്ഷയിലേക്കും അതിൽ പേരില്ലാത്തവരൊക്കെ നിത്യമായ നിന്ദയിലേക്കും തള്ളിവിടപ്പെടുന്നുണ്ട്. മക്കബായുടെ പുസ്തകത്തിൽ 7 മക്കളെയും നിഷിദ്ധമായ ഭക്ഷണം നിഷേധിച്ചതിൻ്റെ പേരിൽ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ഈ അമ്മ അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. എൻ്റെ മകനെ, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, മറ്റു മക്കളോടൊപ്പം നിന്നെ എൻ്റെ ദൈവം എനിക്ക് തിരിച്ചു തരും. പ്രിയപ്പെട്ടവരെ, യൂദാസിൻ്റെ ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് മക്കബായുടെ തന്നെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ. പ്രാർത്ഥിക്കാനായിട്ട് യൂദായയിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് പണം കൊടുത്തുവിടുന്ന യൂദായെ നമ്മൾ കാണുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സൈനികർ അന്യദേവൻ്റെ ചിഹ്നം പേറുന്ന തകിടുകളുമായിട്ട് മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ അവരുടെ പാപത്തെ പ്രതിയാണ് അവർ ഈ ഒരു കഷ്ടതയിലൂടെ, ഈ ഒരു മരണത്തിലൂടെ കടന്നുപോയതെന്ന് തിരിച്ചറിഞ്ഞിട്ട് യൂദ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ജെറുസലേമിലേക്ക് പണം കൊടുത്തുവിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഈ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. ഈശോ തന്നെ ലാസറിൻ്റെ ഉപമയിൽ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മരണാനന്തരം അബ്രാഹത്തിൻ്റെ മടിയിൽ നിത്യമായ രക്ഷയിലേക്ക് കടന്നു പോകുന്ന ലാസറിനെയും ജീവിതത്തിലുണ്ടായിരുന്ന വീഴ്ചകളെ പ്രതി നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് വീണുപോകുന്ന ഈ ഒരു ധനവാനെ പറ്റിയും ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെല്ലാം കൃത്യമാണ്. മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പക്ഷേ അവസാനമല്ല, അത് നമ്മുടെ പുതിയൊരു ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. എവിടെ നിന്ന് നമ്മൾ ആരംഭിച്ചോ അവിടേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയും ആരംഭിച്ചിടത്ത് നിന്ന് നമ്മൾ ചെയ്തു കൂട്ടിയ, നമ്മൾ പറഞ്ഞു കൂട്ടിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ സകല പാപങ്ങൾക്കും നമ്മൾ മോചനത്തിന് വേണ്ടി കടന്നു ചെല്ലുന്ന ഒരിടം. അങ്ങനെ സാധിക്കാത്ത ചില മനുഷ്യർ,
നിത്യമായ മോചനത്തിലേക്ക് ദൈവത്തിങ്കലേക്ക് ചെല്ലാൻ കഴിയാത്ത ചില മനുഷ്യർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ഓർക്കാനും ഒക്കെ ഈ ഒരു തിരുനാൾ ദിവസം നമ്മെ പ്രത്യേകമായിട്ട് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനിക്കുണ്ടായ ദർശനത്തിൽ അദ്ദേഹം കാണുന്ന കാഴ്ചയിൽ ചില ആത്മാക്കൾ പരാതി പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ചില ആത്മാക്കൾ ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിയാനി പുണ്യാളനോട് അവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഞങ്ങളിങ്ങനെ കരയുന്നതിൻ്റെ കാരണം ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല, അവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലും നമ്മളും കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഈ ഭൂമിയിൽ അർപ്പിക്കാനായിട്ട് ഒരു പിൻതലമുറയെ ബാക്കി വെക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. നമ്മളിങ്ങനെ ബാക്കി നിൽക്കുമ്പോൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഈ ഒരു ദിവസം നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്നുണ്ട്. ജത്രൂദിനോട് ഈശോ പറഞ്ഞതുപോലെ എൻ്റെ കരുണയ്ക്ക് ഏറ്റവും ഇണങ്ങിയ ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ മുമ്പിൽ ഫലം കാണാതെ പോകില്ല. അങ്ങനെ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളെ പ്രതി ശുദ്ധീകരണാത്മാക്കൾ നിങ്ങളെ സഹായിക്കുകയും അവരുടെ മാധ്യസ്ഥ്യം വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനേക കൃപകൾ അവർ വർഷിക്കുകയും ചെയ്യും. കരുണയോടെ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് ഈശോ നൽകുന്ന ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.